എഷാ കഴിഞ്ഞാലുള്ള സംസാരങ്ങളെ വെറുത്തിരുന്നു എന്നാണ്. എഷാ കഴിഞ്ഞാലുള്ള സംസാരങ്ങളെയും സഭ കൂടലിനെയും പുണ്യ റസൂൽ വെറുത്തിരുന്നു. എന്താ കാരണം? എഷാ കഴിഞ്ഞാൽ മനുഷ്യന് റെസ്റ്റിന്റെ നേരാണ്. ആ നേരത്തെ സഭ കൂടുക, ആ നേരത്തെ ഉറക്കളക്കുക പ്രവാസി സമൂഹത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ വളരെ ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് ദുർഗുണങ്ങൾ ഉണ്ടായിത്തീരും. അയാൾക്ക് സമയത്തിന് ഉണരാൻ കഴിയില്ല, അയാൾക്ക് കാലത്ത് ഉണരാൻ കഴിയില്ല. ചില ആളുകൾ രാത്രി ഇരുന്നിട്ട് സഭ കൂടും. അവരുടെ ഉദ്ദേശം രാത്രി ഉറക്കളച്ചിട്ട് പകൽ ഉറങ്ങുക എന്നുള്ളതാണ്. അത് മനുഷ്യന്റെ ശരീരത്തെ കീഴ്മേൽ മറിക്കലാണ്. നിങ്ങൾ 24 മണിക്കൂറും പകൽ ഉറങ്ങിയാലും രാത്രി ഉറങ്ങുന്നതിന്റെ റെസ്റ്റിംഗ് അതുകൊണ്ട് കിട്ടുകയില്ല. കാരണം സൂര്യനെ മറച്ചു പിടിച്ചിട്ടുണ്ട് സർവശക്തനായ കാരുണ്യവാനായ ദൈവം നിങ്ങളുടെ ഫുൾ റെസ്റ്റിന് വേണ്ടിയിട്ട്. പകലെങ്ങനെ അതിന് പകരം വീട്ടിയാലും വീട്ടാമെന്നല്ലാതെ അതാ ഒറിജിനൽ ആയിട്ടുള്ള സ്ലീപ്പിംഗ്, അതിന്റെ ഗുണം, അതിന്റെ റെസ്റ്റ്. ഉറക്ക് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കിയത്? ഉറക്ക് ബ്രെയിനിന്റെ ശുദ്ധീകരണമാണ് എന്നാണ് അടുത്ത കാലത്തുള്ള സയന്റിഫിക് റിസർച്ച്. ഉറക്ക് തലച്ചോറിന്റെ പ്യൂരിഫിക്കേഷൻ ആണ്. ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ബ്രെയിന് പ്യൂരിഫൈ ചെയ്യുന്നത്. ഒരുപാട് സംഗതികൾ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഇശാക്ക് ശേഷം സഭ കൂടുന്നതിനെ, വർത്തമാനം പറഞ്ഞിരിക്കുന്നതിനെ പുണ്യ റസൂൽ വെറുത്തിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. സുർബാന്റെ മദഹിലായിരിക്കണം നമ്മൾ അവസാനിക്കേണ്ടത്. എല്ലാ സമ്മേളനങ്ങളും അങ്ങനെ അവസാനിക്കാവൂ. പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ എന്നും അങ്ങനെ ആയിരിക്കണം. റബീഉൽ അവ്വൽ പ്രത്യേകിച്ചും അങ്ങനെ ആയിരിക്കണം. പുണ്യ റസൂൽ 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 സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. രാത്രി സഭ കൂടുന്നതിനെ വെറുത്തിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ സുബഹിയായി. അതിന്റെ ഇടയിൽ ഒരു പ്രാർത്ഥന കിടക്കുന്നുണ്ട്. അത് കാലത്ത് നേരത്തെ ഉറങ്ങിയവർക്ക് അതിന് ഭാഗ്യം ഉണ്ടാവുള്ളൂ. തഹജ്ജുദ് അല്ലേ? ഗസാലി ഹോ, റൂമി ഹോ, ഗസാലി ആകട്ടെ, അബൂ ഹാമിദുൽ ഗസാലി ആകട്ടെ, ജലാലുദ്ദീൻ റൂമി ആകട്ടെ, അവർക്കൊക്കെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ പുലർകാലത്തെ വിലാപം കൊണ്ടല്ലാതെ അവരൊന്നും നേടിയിട്ടില്ല. പുലർകാലത്തിന് മുമ്പുള്ളൊരു വിലാപമുണ്ട്. പാതിരാത്രി കഴിഞ്ഞു, ലോകം ഉറങ്ങിക്കിടക്കുക, സുബഹിയായിട്ടില്ല, നല്ല ഇരുട്ടാണ്, രാത്രിയുടെ അന്ത്യയാമമാണ്. ആ സമയത്ത് എഴുന്നേറ്റിരുന്നിട്ട് ഉണർന്നിരുന്നിട്ട് ലോകം ഉറങ്ങുമ്പോഴുള്ള ഒരു വിലാപം, അതുകൊണ്ടല്ലാതെ ലോകത്തൊന്നും നേടിയിട്ടില്ല എന്ന് യൂറോപ്പ് പോയി പഠിച്ച് ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ സർ മുഹമ്മദ് ഇഖ്ബാൽ തന്നെ പറയണം. അദ്ദേഹം അത് ചെയ്ത ആളാ, വെറുതെ കവിത എഴുതി വെച്ചതല്ല. തഹജ്ജുദ്കാരനായിരുന്നു ഹസ്രത്ത് ഹക്കീമെ ഉമ്മത്ത് അല്ലാമ ഇഖ്ബാൽ റഹ്മത്തുള്ളാഹി അലൈഹി. ഇതൊക്കെയാണ് പഠിക്കേണ്ടത്, ഇതൊക്കെയാണ് സാർവത്രികമാക്കേണ്ടത്. നേരത്തെ കിടക്കേണ്ടി വരും. ബടായും പറഞ്ഞിങ്ങനെ ഇരിക്കണവർക്കൊന്നും അതിന് യോഗം ഉണ്ടാവില്ല. മയ്യത്തും കെട്ടിൽ വരുമ്പോഴേ ഓർക്കുള്ളൂ ആയുസ് കഴിഞ്ഞു പോയി. മയ്യത്തും കെട്ടിൽ മുറ്റത്തെത്തി, ഇനിയിപ്പോ ആവർത്തിക്കാനും വയ്യ. ഇത്രയേ ഉള്ളൂ. കണക്കാക്കപ്പെട്ട 60 കൊല്ലം കഴിഞ്ഞു പോയിരിക്കണം, കണക്കാക്കപ്പെട്ട 70 കഴിഞ്ഞു. ഇനി ഈ സൂര്യോദയം കാണാൻ തിരിച്ചു വരൂല, ഇനി ചന്ദ്രനെ കാണുകയില്ല, ഇനി ഭൂമിയില്ല, ബന്ധുക്കളില്ല, ഈ കിഴക്കൻ ചക്രവാളത്തിലെ അരുണോദയങ്ങളില്ല. എല്ലാം അവസാനിച്ചു എന്നറിയണ നേരം എല്ലാം അവസാനിച്ചിരിക്കുന്നു. അതിനുമുമ്പ് ഉണരാൻ സാധിക്കണം, ഉണർന്ന് പ്രവർത്തിക്കണം. അപ്പോ ആർഭാടങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നം. പരിശുദ്ധ റസൂലിലേക്ക് മടങ്ങണം സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്നു. ഇരിക്കണ സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു ചെറുപ്പക്കാരൻ കയറി വരുന്നു. മദീനയിലെ മസ്ജിദിൽ അവിടെ മുഴുവൻ അത്തറിന്റെ പരിമളം പരക്കുന്നു. അത്തറിന്റെ പരിമളം പരക്കുമ്പോ പുണ്യ റസൂൽ സ്വാഭാവികമായിട്ട് ചോദിക്കുന്നു, നീ പെണ്ണ് കെട്ടിയോ? നല്ല സുഗന്ധം വരുന്നു, നിന്റെ വിവാഹം കഴിഞ്ഞോ? നിന്റെ നിക്കാഹ് കഴിഞ്ഞോ? അസാധാരണമായിട്ടുള്ള സുഗന്ധം പൂശിയിട്ട് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. സുഗന്ധം അത് പരിശുദ്ധ റസൂലിനോട് ചേർന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങളോടും ചേർന്നതാണ്. പെണ്ണുങ്ങളെയും സുഗന്ധത്തെയും ചേർത്ത് വെച്ചതും അള്ളാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കോട്ടക്കലങ്ങാടിയിൽ ഊതിന്റെ കടയുടെ എണ്ണം കൂടിയത്, എന്റെ നാടായ കോട്ടക്കല് ഊത് ബസാർ ഉണ്ടായത് ഈ പരിശുദ്ധ റസൂലിന്റെ സുഹൃതമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അറബികൾ കോട്ടക്ക വരേണ്ടതുകൊണ്ടാണ്. അല്ലെങ്കിൽ കോട്ടക്കലങ്ങാടി ലക്ഷക്കണക്കിന് റുപ്യയുടെ ഊത് കച്ചവടത്തിന് ആരും ഇറങ്ങി പുറപ്പെടില്ല.
മുടക്കിയ കാശ് പോലും കിട്ടൂല. അത്ര വലിയ വിലപിടിപ്പുള്ള സാധനമാണത്. അത് റസൂലുള്ളാഹിന്റെ സുഹൃതമാണ്. ഇതൊക്കെ ഓർക്കുമ്പോ തന്നെ എന്തൊരു മാധുര്യമുള്ള. മദീനയിലേക്ക് ചെല്ലുമ്പോ എന്താ നമ്മളെ സ്വാഗതം ചെയ്യുന്നത്? മദീനയുടെ തെരുവുകളിൽ മുഴുവൻ അത്തർ കടകളല്ലേ, അങ്ങനെ തുറന്നു വെച്ചിരിക്കല്ലേ, ഒരു മണം. മസ്ജിദിലൊക്കെ ചിലപ്പോ ഇരിക്കണ നേരത്തെ ചില അത്തറിന്റെ മണം കെട്ട് വരുമ്പോ, ഈ അറബ് രാജ്യങ്ങളിലൊക്കെ വരുമ്പോ നമ്മളങ്ങ് അന്തം വിട്ടു പോകും. ആരാണിത്? എന്തൊരു പരിമളമാണിത്, എന്തൊരു പെർഫ്യൂം. ഗുഫ്ത് ആം മഖ്സൂദ് ഹർഫെ കുൻ ഫകാൻ, ഗുഫ്ത് ആം മഖ്സൂദ് ഹർഫെ കുൻ ഫകാൻ. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ലക്ഷ്യമായിട്ടുള്ള പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, റസൂല് മൊഴിഞ്ഞിരിക്കുന്നു. അല്ലാമ ഇഖ്ബാൽ പറയണം, റസൂല് പറഞ്ഞിരിക്കുന്നു. ഏത് റസൂല്? പ്രപഞ്ചത്തിന്റെ മുഴുവൻ ലക്ഷ്യമായിട്ടുള്ള പരിശുദ്ധ റസൂൽ. എന്തൊരു മനോഹരമായിട്ടുള്ള വർത്താനാണ്. ഗുഫ്ത് ആം മഖ്സൂദ് ഹർഫെ കുൻ ഫകാൻ. കുൻ എന്ന് അല്ലാഹു പറഞ്ഞാൽ ഈ സദസ്സിനെ, ഈ ബഹുമാനപ്പെട്ട സദസ്സിനെ ഞാൻ റസൂലുള്ളാഹിന്റെ ഈ മഹത്വത്തിലേക്ക് ക്ഷണിക്കണം. ഇത് ചിന്തിച്ച് മനസ്സിലാക്കണമെങ്കിൽ തന്നെ നിങ്ങൾ നല്ലോണം തല കൊടുക്കേണ്ടി വരും. ഞാൻ അങ്ങനെ നിങ്ങളുടെ തലയെ, നിങ്ങളുടെ ചിന്തയെ, നിങ്ങളുടെ ബുദ്ധിയെ ഞാൻ ക്ഷണിക്കണം അല്ലാമ ഇഖ്ബാലിന്റെ ഈ കാവ്യശകലത്തിലേക്ക്. ഗുഫ്ത് ആം മഖ്സൂദ് ഹർഫെ കുൻ ഫകാൻ, ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹു എന്തെങ്കിലും സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചാൽ അല്ലാഹു പറയും കുൻ ഫയകൂൻ, അതങ്ങുണ്ടാവുകയും ചെയ്യും. അള്ളാഹിന്റെ സൃഷ്ടി അങ്ങനെയാണ്. ഒരു വാക്കുകൊണ്ടാണ് അള്ളെല്ലാം സൃഷ്ടിക്കുന്നത്. അള്ളാഹ്ക്കൊരു വാക്ക് മതി, കുൻ, ഉണ്ടായി. അതിൽ നിന്ന് എടുത്തൊരാശയം വെച്ചിട്ട് ഹസ്രത്ത് അല്ലാമ രേഖപ്പെടുത്തുകയാണ്, ഹർഫെ കുൻ ഫകാൻ. കുൻ എന്ന ഒരു ഹർഫ്, ഫകാൻ ആ ഹർഫ് ഉച്ചരിക്കുന്നതോടെ ഉണ്ടായി. എന്തുണ്ടായി? പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിന്റെ മുഴുവൻ മഖ്സൂദായ മുഹമ്മദ് മുസ്തഫ. ഓ, എന്തൊരു മദ്ഹുർ റസൂലാണ്. വെറുതെയാണോ ഇഖ്ബാലിനെ സ്നേഹിക്കുന്നത്? ഇനിയും അബ്ദുസമദിനോട് ആരും ചോദിക്കരുത്, നിങ്ങൾക്ക് എന്താ ഇഖ്ബാലിന് അത്ര ഇഷ്ടം? ആ ചോദ്യം കേൾക്കാറില്ല അധികം. ഇനിയും ചോദിക്കരുത്, ദയവ് ചെയ്തിട്ട് ചോദിക്കരുത്. ഗുഫ്ത് ആം മഖ്സൂദ് ഹർഫെ കുൻ ഫകാൻ.